നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിൽ 1000 നക്ഷത്രക്കാരെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. 1000 നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 1000 നക്ഷത്രക്കാർക്ക് 2024 അല്പം സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അമിതമായി തന്നെ പലരെയും വിശ്വസിക്കുന്നത് മൂലം ജീവിതത്തിൽ ചതി സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. ധനനഷ്ടം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാകുന്നു. അതിനാൽ അമിതമായി ആരെയും വിശ്വസിച്ച് ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുക. സ്വയം ബോധ്യമുണ്ട് എങ്കിൽ മാത്രം ആ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ശ്രമിക്കുക. ഏത് കാര്യവും ഒന്നുകൂടി തിരക്കിയതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പാടൂ. പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്നതിന് കാരണമാകാം. നിങ്ങൾക്ക് ശുഭകരമായി തീരില്ല എന്ന കാര്യമാണ് പറയേണ്ടത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സന്താന ദുഃഖം വന്നു ചേരാം. സന്താനങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിച്ച അത്രയും ലഭിക്കാതെ വിഷമങ്ങൾ നേരിടേണ്ടതായി വരാം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്താന ഗോപാല അർച്ചന നടത്തുക എന്ന കാര്യമാകുന്നു. ഇപ്രകാരം നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യവും ഏവരും ശ്രദ്ധിക്കുക. ശത്രുക്കൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് 2024. എന്നാൽ വർഷാന്ത്യമാകുമ്പോഴേക്കും ശത്രുശല്യം കുറയുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദ്യാപരമായി നോക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. എന്നാൽ നെയ്വിളക്ക് നടത്തുക, പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വഴിപാട് നടത്തുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. കൂടാതെ നാഗക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട്, മഞ്ഞ പാലഭിഷേകം എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ക്ലേശങ്ങൾ വന്നു ചേരാം. അതായത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ലോണുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് സാമ്പത്തികപരമായി വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടൂ. സാമ്പത്തിക പരമായി നോക്കുകയാണ് എങ്കിൽ ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ദോഷങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സംസാരത്താൽ പല ബന്ധങ്ങളും നഷ്ടമാകുവാനും സാമ്പത്തികപരമായും തൊഴിൽപരമായും നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും സംസാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. കലഹ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അത് വീട്ടിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും അതല്ല മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും കലഹങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് ദോഷകരമായി മാത്രമേ ഭവിക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. കുടുംബക്ഷേത്രത്തിൽ നെയ്വിളക്ക് ചെയ്യേണ്ട ഒരു വഴിപാട് തന്നെയാകുന്നു. കൂടാതെ ചാമുണ്ഡി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമായി തന്നെ ഭവിക്കും. എന്നാൽ ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഒഴിയുവാൻ ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത ഈ വർഷം അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും
ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഉന്നത തലത്തിലുള്ള വ്യക്തികളുമായി കണ്ടുമുട്ടുവാനും ഒരു പരിചയം, ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. മറ്റുള്ളവരാൽ സഹായം ലഭിക്കും, എന്നാൽ അത് പിന്നീട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനാൽ ഏതൊരു സഹായം സ്വീകരിക്കുമ്പോഴും അതേക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ വിവാഹം മുടങ്ങുന്നവരാണ് എങ്കിൽ പോലും ഈ സമയം അല്പമൊന്ന് ശ്രമിച്ചാൽ തീർച്ചയായും വിവാഹം നടക്കുക തന്നെ ചെയ്യും. സർക്കാരുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ കോടതി വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീർപ്പ് ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സൗഭാഗ്യകരമായ നേട്ടങ്ങൾ വന്ന് ചേരാം എങ്കിലും അത് പലവിധ തടസ്സങ്ങളാൽ അകന്ന് പോകുന്നതാകുന്നു. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ വന്ന് ചേരാം. പ്രധാനമായും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. വാക്ക് പാലിക്കുവാൻ കഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതിനാൽ ഒരു വാക്ക് പറയുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് പറയുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ വാക്ക് പാലിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടേണ്ടതായി വരും. ഔഷധങ്ങൾക്ക് പണം ചിലവാക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അല്പം കൂടുതലായിരിക്കും. അതിനാൽ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങൾക്ക് ചില രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരത്തിൽ ചില വിഷമതകൾ ഈ വർഷം നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാകുന്നു. എന്നാൽ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലം തന്നെയാണ് വന്നു ചേരുക. വിദേശത്ത് തീർച്ചയായും നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുകൂലമാകുന്ന സമയം തന്നെയാണ് ഇത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്കായി ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എടുത്തുചാട്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കാര്യവും അത് നിങ്ങൾക്ക് ധനനഷ്ടം അല്ലെങ്കിൽ മാനഹാനി വരുത്തില്ല എന്ന കാര്യം ഉറപ്പാക്കിയതിന് ശേഷം ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും ഉദ്യോഗത്തിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്നതാകുന്നു. കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മൃഗങ്ങളാൽ ചില ദോഷങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. നാഗങ്ങളുമായി അഥവാ പാമ്പുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ പ്രത്യേകിച്ചും ഈ വർഷം നിങ്ങൾ പുലർത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. പൊതുവെ നോക്കുകയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ചില ദോഷകരമായ ഫലങ്ങളുണ്ട് എങ്കിലും ശുഭകരം തന്നെയാണ് എന്ന് പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചാൽ, ഈ വഴിപാട് നടത്തി ഒഴിവാക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ശത്രുശല്യം തീർച്ചയായും ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പൊതുവെ അനുകൂലം തന്നെയാണ് 2024.